കട്ടൻ കാപ്പി ലോകത്തെമ്പാടും ഉള്ളവർ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് ഒരു അഡിക്ഷനായിട്ട് മാറാം. അമിതമായ കട്ടൻ കാപ്പി കുടിച്ച് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യവും, അതുപോലെ തന്നെ രാവിലെ അത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച മാതിരിയാവും. അതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ചൂടുവെള്ളം, തുളസി വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം ഇങ്ങനെയുള്ളതൊക്കെയാണ് രാവിലെ കഴിക്കേണ്ടത്. ഈ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് ചിലരെ സംബന്ധിച്ചുള്ള ഒരു അഡിക്ഷനായിട്ട് മാറാറുണ്ട്, ഒരു പൈശാചിക ബന്ധനം പോലെയായിട്ട് മാറാറുണ്ട്. ഇത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിന് ഉത്തേജക വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ ഒന്നും തരുന്നില്ല. ഇതാകെ കൂടി ഒരു ഉത്തേജക വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും അത് ഉപേക്ഷിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഉത്തേജക രോഗികൾ, മദ്യപാന രോഗികൾ, ലഹരി രോഗികളെല്ലാം ഇത് ഉപേക്ഷിച്ചിട്ട് മറ്റു പാനീയങ്ങൾ പാലിഷ്ടം പോലെ കുടിച്ചോ. കട്ടൻ കാപ്പി കഴിവതും ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താം. കർത്താവ്, ഈ ഉത്തേജക വസ്തുവിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ ലഹരിയുടെ ആസക്തിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കട്ടെ.